Hi dears, welcome to Rice Education. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മക്കളെ? Let's cultivate and reap and goodness അല്ലെ? നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. Yes, നമ്മൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പാറ്റേണിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് എന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞു, അവർക്ക് വേണ്ട ഫെർട്ടിലൈസേഴ്സിനെ പറ്റി പറഞ്ഞു, എല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളൊരു ചെടി വളരണം എന്നുണ്ടെങ്കിൽ അവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരാൾക്കാരെ കുറിച്ചിട്ടാണ്. ആരെ കുറിച്ചിട്ടാ മക്കളെ? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് നെസസറി ആയിട്ട് ഒരാൾക്കാർ വേണം. ആരാണ്? അതായിരുന്നു മക്കളെ വാട്ടർ. അപ്പൊ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറലി എന്ത് ചെയ്യും? പ്ലാന്റ്സിന് കിട്ടും. അല്ലാതെ തന്നെ അങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യലി കൊടുക്കണം. സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. എന്താ മക്കളെ? ഇറിഗേഷൻ. ടേം ഓർഡർ വെക്കാം. ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് എ വാട്ടർ ടു ദ ക്രോപ്പ് അല്ലെ? നമുക്കറിയാം പ്ലാന്റ്സിന് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നനച്ചു കൊടുക്കാറുണ്ട്. ആ ഒരു നനയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പല ടൈപ്പ് ഇറിഗേഷൻസ് പഠിക്കും. അപ്പൊ നിങ്ങൾ ഓരോ ടേമുകളാണ് ഇവിടെ ആലോചിച്ച് വെക്കേണ്ടത്. ആൻഡ് ഓൾസോ അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഡിസഡ്വാൻറ്റേജ് ആവും എന്താന്നുള്ളത് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ടൈപ്പുകളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മക്കളെ. ഫസ്റ്റ് വൺ ആണ് സർഫസ് ഇറിഗേഷൻ അല്ലെ? സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എവിടെയാണോ നമ്മൾ നടുന്നത് ആ ഒരു സർഫസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? വാട്ടർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കടാ. കണ്ടോ? നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ സർഫസിൽ എന്ത് ചെയ്യുന്നു? വെള്ളം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഇറിഗേഷനിൽ 3 ടൈപ്പ് ഉണ്ട്, ഓർത്തു വെക്കുക. ബേസിൻ ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, ബോർഡർ ഇറിഗേഷൻ. ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മക്കളെ ഇങ്ങനെ തടം കെട്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൽ നമ്മൾ വാട്ടർ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ അധികം ഒന്നും ലോസ് ആയി പോവാനുള്ള ചാൻസ് ഇല്ല അല്ലെ? കാരണം എന്താ? ഇവിടെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് ബേസിനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാട്ടർ കൊടുക്കുന്നത്. സോ വാട്ടർ വേസ്റ്റേജ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല. ഓക്കെ അല്ലേ? അടുത്ത മക്കളെ ഫറോ എന്ന് വെച്ചാൽ എന്താ? ചില നമ്മൾ കൃഷിയിടത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇതുപോലെ ഇങ്ങനെ ഫറോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഫറോസിലായിരിക്കും എന്ത് കൊടുക്കുക? വെള്ളം കൊടുക്കുക. കണ്ടോ? ഇവിടേക്കാണ് നമ്മൾ വാട്ടറിങ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പ്ലാന്റ്സിന് ആവശ്യമുള്ള വാട്ടറൊക്കെ ഇവർ എന്ത് ചെയ്തോളും? വലിച്ചെടുത്തോളും. ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കൂല. അപ്പം ഇത് ഏത് പ്ലാന്റ്സിനെ പറ്റുക? അതായത് നല്ല വെള്ളം അത്രമാത്രം ആവശ്യമില്ലാത്ത പ്ലാന്റ്സിന്. ചില പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു പോകില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകും. ഫറോസ് ആയിട്ട് അതിനെ തിരിച്ചിട്ട് അവിടെ നമ്മൾ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഫറോ ഇറിഗേഷൻ. അടുത്താണ് മക്കളെ ബോർഡർ ഇറിഗേഷൻ. നമ്മൾ ഈ ബേസിൻ പറഞ്ഞ പോലെ ഇവിടെ എന്താക്കിയിട്ടുണ്ടാവും? ഇങ്ങനെ നീളത്തിൽ ഈ പറഞ്ഞതുപോലെ ബോർഡർ ആക്കി തിരിച്ചിട്ടുണ്ടാവും. ആ ബോർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളം അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ബോർഡർ ഇറിഗേഷൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫിഗർ തന്നെ മനസ്സിലാലോചിച്ചാൽ മതി. ആൻഡ് ടേം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരിക്കുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആലോചിക്കുക. സർഫസ് ഇവിടെയൊക്കെ എവിടെയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്? സർഫസിലാണ് കൊടുക്കുന്നത്. അപ്പൊ 3 ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? അടുത്തതാണ് മക്കളെ സ്പ്രിംഗ്ലർ. സ്പ്രിംഗ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ ഒരു ഫിഗർ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ആയിട്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം നോക്കൂ. റെയിൻഫാൾ യൂസിങ് പൈപ്പ് ആൻഡ് സ്പ്രിംഗ്ലേഴ്സ് ഒക്കെ ഇങ്ങനെ എന്താ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇങ്ങനെ സ്പ്രേ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ വെള്ളം അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ? ഇതിലൊക്കെ എന്താ നമ്മൾ ഒരുപാട് വെള്ളം അപ്ലൈ ചെയ്യണം അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കും ചെയ്യും. വാട്ടർ വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല. സോ സേവ് വാട്ടർ. ആൻഡ് എന്താണ്? ഇതുപോലെ അൺഈവൻ ആയിട്ടുള്ള ലാൻഡുകളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള പ്രദേശത്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ ഇങ്ങനെ സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കുമ്പോൾ എന്താ? എല്ലാ ഏരിയാസിലും അവർക്ക് വെള്ളം കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഒരു അൺഈവൻ ആയിട്ടുള്ള ലാൻഡാണ് മക്കളെ നല്ലൊരു മെത്തേഡാണ്. ആൻഡ് ഓൾസോ ഈസി വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ? ഇങ്ങനെ സ്പ്രേ ചെയ്യണം. അപ്പൊ എല്ലാ സ്ഥലത്തേക്കും എത്തും. സോ ഈസി വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഒരു ലാർജ് സ്കെയിലൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ല ഒന്നാണ്. ഓക്കെ അല്ലെ? ഓർത്തു വെക്കുക. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. അടുത്താണ് മക്കളെ പിടിച്ചോളൂ. സബ് സർഫസ് ഇറിഗേഷൻ. നോക്കൂ, നമ്മൾ സർഫസ് ഇറിഗേഷൻ പറഞ്ഞു അല്ലെ? സബ് സർഫസ് എന്ന് വെച്ചാൽ എന്താ?
സബ് എന്ന് വെച്ചാൽ അടിയിൽ, സർഫസിന്റെ അടിയിൽ. നോക്കി നോക്കൂ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബോർഡർ ആയി തിരിച്ചിട്ടുണ്ട്. ആൻഡ് അടിയിലല്ലേ, ഇവിടെ തൊട്ട് മേലെയാണ് നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിയിൽ എന്ത് ചെയ്യുന്നു? വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു പരിപാടി കണ്ടോ. സോയിൽ, ബിലോ ദ സോയിൽ സർഫസ്. അപ്പൊ സോയിൽ സർഫസ് ആണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇവിടെ ആയിരിക്കും വളരുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു സബ് സർഫസ് ആയിട്ട് വെള്ളം കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്ലാന്റ്സിന് എന്താ ആവശ്യാനുസരണം ഈ ഒരു റൂട്ട് ത്രൂ വലിച്ചെടുത്തോളും. ഓക്കെ ആണോ? അപ്പൊ ഡയറക്റ്റ് ഇവർക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ ആണോ? യെസ്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ബോർഡറോ ഫറോസോ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മക്കളെ ഇതുപോലെ ചെറിയ പൈപ്പുകൾ കൊടുക്കാം. ഇതാണ് മക്കളെ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ സർഫസ്, സർഫസിന്റെ അടിയിൽ, സോ സബ് സർഫസ്. അപ്പം അടിയിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ പൈപ്പുകൾ ഇടും. ആ പൈപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ഹോൾസ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ മതി? യെസ്, ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒരു ഇതുണ്ടായിരിക്കും. ഓക്കെ, ടാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം പോകും. അപ്പൊ ഈ പ്ലാന്റ്സിന് എന്ത് ചെയ്യാം? റൂട്ടിലൂടെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നല്ലൊരു മെത്തേഡാണ് ആക്ച്വലി സബ് സർഫസ് എന്ന് പറയുന്നത്. നോ വാട്ടർ വേസ്റ്റേജ് അല്ലെ. യെസ്, ഈ രണ്ട് രീതിയിലും സബ് സർഫസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്താണ് മക്കളെ മാനുവൽ ഇറിഗേഷൻ. യെസ്, നമ്മളൊക്കെ എന്താണ് ചെയ്യുന്ന കാര്യം അല്ലെ. ഒരു ബക്കറ്റിയോ അല്ലെങ്കിൽ കപ്പോ ഒക്കെ എടുത്തിട്ട് ഓരോ പ്ലാന്റിലും പോയിട്ട് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുന്ന പരിപാടി, അതിനെയാണ് മക്കളെ മാനുവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മക്കളെ എന്താ, നമ്മൾ ഒരു ഓസൊക്കെ ഇട്ടിട്ട് നമ്മളെ വീടിനുള്ള ചെടികളൊക്കെ ഉണ്ടാവല്ലോ, ഓർണമെന്റ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാട്ടറിങ് ചെയ്യാറുണ്ടല്ലോ. യെസ്, ആ ഒരു മെത്തേഡാണ് മക്കളെ മാനുവൽ ഇറിഗേഷൻ. ഇത് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡായിരിക്കും. അപ്പൊ ടേം ഒന്ന് ആലോചിച്ചിരിക്കുക, എന്താണ് മാനുവൽ ഇറിഗേഷൻ എന്നുള്ളത്. കണ്ടോ? യെസ്, നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാ അല്ലെ. ഓക്കെ അല്ലേ? യെസ്. അടുത്തതാണ് മക്കളെ ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതൊക്കെ ടേമുകളാണ് ആലോചിച്ചിരിക്കേണ്ടത്. ഡ്രിപ്പ് എന്ന് വെച്ചാൽ എന്താ? ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ടായിരിക്കും പ്ലാന്റിന് വാട്ടർ കിട്ടുക. ഈ ഒരു ഫിഗറിൽ കണ്ടോ, ഇവിടെ ഒരുപാട് ചെടികളുണ്ട് അല്ലെ. ഇങ്ങനെ റോ ആയിട്ട് ഇഷ്ടംപോലെ ചെടികൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ കൂടെ ഒക്കെ എന്ത് പോകുന്നുണ്ട്? സൈഡിൽ കൂടെ ഓരോ ട്യൂബുകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ പൈപ്പുകൾ പോകുന്നുണ്ട്. അപ്പൊ ഈ പൈപ്പിൽ ആക്ച്വലി എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ ആണോ? എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഒരു ടാപ്പ് കൊടുക്കും. അപ്പൊ ടാപ്പ് ഓൺ ആക്കുമ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും? വെള്ളം പോവും. ആൻഡ് ഈ കറക്റ്റ് എന്ത് ചെയ്യും? ആ ഒരു സർഫസിൽ ഇങ്ങനെ വെള്ളം ഡ്രോപ്പ് ആയിട്ട് എന്ത് ചെയ്യും? ഉറ്റും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിന് എത്ര വാട്ടർ വേണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടാപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നല്ലൊരു മെത്തേഡാണ്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഡയറക്റ്റ് റൂട്ടിലേക്ക് കൊടുക്കുക. ഇവിടെ അതന്നെയല്ലേ ചെയ്യുന്നത്? യെസ്, നമ്മുടെ എന്താണ് ഈ പറയുന്ന പോലെയുള്ള ഡ്രോപ്പ് ആയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിന് കൊടുക്കുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, വാട്ടർ ലോസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അടുത്തതാണ് മക്കളെ ഈക്വൽ ആൻഡ് വാട്ടർ സപ്ലൈ ടു ഓൾ പ്ലാന്റ് അല്ലെ. യെസ്, നമ്മൾ ഈ പ്ലാന്റിനും ഇവിടെയുള്ള എല്ലാ പ്ലാന്റിനും എന്തായിരിക്കും? ഈക്വൽ വാട്ടർ അല്ലേ കിട്ടുക. കാരണം എന്താ? ഇവിടേക്ക് കറക്റ്റ് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാ പ്ലാന്റിനും മക്കളെ കറക്റ്റ് ആയിട്ടാണ് വെള്ളം കിട്ടുക, ഈക്വൽ ആയിട്ടാണ്. ഓക്കെ ആണോ? അടുത്താണ് മക്കളെ വാട്ടർ സ്കെയർ ഏരിയാസ്. അപ്പം നമുക്കൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്താണ്? വെള്ളമില്ല എന്നുള്ളത് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ ഒരു മെത്തേഡ് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ? ഡ്രോപ്പ് ആയിട്ടാണ്, എവിടെയും വാട്ടർ വേസ്റ്റേജ് വരുന്നില്ല. കറക്റ്റ് പ്ലാന്റിന്റെ ആ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നല്ലൊരു മെത്തേഡാണ്. വാട്ടർ ഇല്ലാത്ത വാട്ടർ സ്കെയർ ഏരിയാസിലുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓർത്ത് വെക്കാട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, വാട്ടർ സ്കെയർ ഏരിയാസിന് പറ്റിയിട്ടുള്ളതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാന്നുള്ളത്. അപ്പൊ മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തതാണ് മക്കളെ വിക്ക് ഇറിഗേഷൻ. വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഇതെന്താണെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഏരിയയിൽ നമ്മൾ ഓർണമെന്റൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ പോട്ടിലായിട്ട് പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ് മക്കളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോട്ടൺ നേരെ അണ്ടറുള്ള ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ വല്ല പാത്രത്തിലോ എന്ത് ചെയ്യും? വെള്ളം എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നേരെ ഒരു കോട്ടന്റെ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ കോട്ടനോ അല്ലെങ്കിൽ വിക്കോ സംതിങ് എന്തോ ഇതിലേക്ക് ഇറക്കി വെക്കും. അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ വാട്ടർ ആണല്ലോ ഉള്ളത്. അപ്പം ഇതെന്ത് ചെയ്തോളും? വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് നേരെ റൂട്ടിലേക്ക് എത്തിച്ചോളും. കണ്ടോ? ഇതൊക്കെ നമ്മൾ ഓരോ പ്ലാന്റുകൾ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ കോട്ടൺസ് ഈ ഒരു വാട്ടറിലേക്ക് കൊടുക്കും. അപ്പൊ സോ ഇതിലൂടെ വാട്ടർ എന്ത് ചെയ്യും? റൂട്ടിലെത്തും. സോ പ്ലാന്റ്സ് എന്താ അബ്സോർബ് ചെയ്ത് അവരുടെ ഫങ്ഷൻസ് ഒക്കെ നടത്തിക്കോളും. ഇതും ഇതേപോലെ വാട്ടർ എവിടെയും
വേസ്റ്റ് ആവുന്നൊന്നുമില്ല. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. ചെറിയൊരു ഏരിയാസിൽ നമ്മൾ കൾട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, വിക്ക് ഇറിഗേഷൻ. ഓക്കെ ആണോ? സോ യൂസ്ഫുൾ ഫോർ എ സ്മോൾ പ്ലാൻ ആൻഡ് ഗാർഡൻസ് അല്ലെ. യെസ്, വലിയ ട്രീസോ അല്ലെങ്കിൽ ഗാർഡൻസോ ലാർജ് ഏരിയാസ് ഉള്ളതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ ആണോ? അടുത്താണ് മക്കളെ മൾച്ചിങ് എന്ന് പറയുന്നത്. മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു ഇറിഗേഷൻ മെത്തേഡ് അല്ല. നമ്മൾ വാട്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാ, ഇവാപറേറ്റ് ചെയ്ത് പോവാതിരിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ചില കൃഷിയിടങ്ങളിലൊക്കെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതുപോലെ എന്താണ് പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് വൈക്കോലുകളോ ഹേയോ അല്ലെങ്കിൽ ഡ്രൈ ആയുള്ള ലീഫൊക്കെ വെച്ചിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയാസ് കവർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് എന്തിനാണ്, നമ്മൾ വാട്ടർ കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, വീട് ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ഇവിടെ മൊത്തം ബാക്കി എല്ലാ ഏരിയാസിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ എന്ത് ചെയ്യൂല, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വളരൂല. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ എന്ത് ചെയ്യൂല, വളരൂല. നമ്മളിവിടെ കൊടുത്ത പ്ലാന്റ് മാത്രം എന്ത് ചെയ്യുള്ളൂ, വളരുള്ളൂ. ഓൾറെഡി അവിടെയുള്ള വെള്ളം അതുപോലെ നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ആ മക്കളെ, അങ്ങനെ നിൽക്കുന്നതോടുകൂടെ എന്താണ്, സോയിൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? യെസ്. അപ്പൊ ആലോചിക്കുക, എന്താണ്, ഇറിഗേഷൻ മെത്തേഡ് അല്ല, ഇവാപറേറ്റ് ചെയ്ത് പോവാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് എന്നുള്ളത്. ഓക്കെ ആണോ? ചിലപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കൃഷിയിടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇതുപോലെ എന്താ പ്ലാസ്റ്റിക് വെച്ചിട്ടോ വൈക്കോല് വെച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിനാണ് മക്കളെ നമ്മൾ മൾച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫെർട്ടിഗേഷൻ അല്ലെ. ഫെർട്ടിഗേഷൻ, ഫെർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫെർട്ടിലൈസേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഫെർട്ടിലൈസേഷൻ പ്ലസ് എന്ത് ചെയ്യുന്നു, ഇറിഗേഷൻ, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുക. അപ്പൊ ടേം എന്ത് ചെയ്യുക, നന്നായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. യെസ്, നമ്മൾ ഈ കൊടുക്കുന്ന വാട്ടർ അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള പൈപ്പുകളിലൂടെ ഒക്കെ കൊടുക്കുന്ന വാട്ടറിൽ എന്ത് ചെയ്താൽ മതി, ഫെർട്ടിലൈസേഴ്സും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്താൽ മതി, വേറെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസർ അപ്ലൈഡ് ത്രൂ ദ ഇറിഗേഷൻ വാട്ടർ. കണ്ടോ, ഇവിടെ ഒക്കെ പൈപ്പിലൂടെ എന്ത് കൊടുക്കുന്നുണ്ട്, വാട്ടർ കൊടുക്കുന്നുണ്ട്. വാട്ടറിന്റെ കൂടെ എന്ത് ചെയ്യും, ഏത് ഫെർട്ടിലൈസേഴ്സ് ആണോ ആഡ് ചെയ്യേണ്ടത് അതും കൂടെ ആഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ടേം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്താണ് മക്കളെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് പെട്ടെന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും? എഫിഷ്യന്റ് യൂസ് ഓഫ് എ വാട്ടർ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ ഒറ്റ മെത്തേഡ് മതി, രണ്ട് പരിപാടി നടന്നോളും. അടുത്തെന്താണ്, റൂട്ട് സോൺ ഡയറക്ട്ലി. കാരണം വാട്ടർ ഇങ്ങനെ, അതായത് ഈ പറയുന്ന പോലെ പൈപ്പിലൂടെ കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആ ഒരു ഏരിയാസിലേക്ക് തന്നെ ആയിരിക്കും അത് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് വേസ്റ്റേജ് ലേബർ അല്ലെ. യെസ്, രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താ, അവിടെ വേസ്റ്റേജ് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ ലേബർ അല്ലെ, രണ്ട് പരിപാടി എടുക്കേണ്ട, ഒറ്റ പരിപാടി എടുത്താൽ മതി. അത് തന്നെയാണ് മക്കളെ. സോ എന്ത് ചെയ്യും, ക്രോപ്പ് ഈൽഡ് നന്നായിട്ട് ഉണ്ടാവുന്നു. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ദാറ്റ് ഈസ് റിക്വയർ എ പ്രോപ്പർ എക്യുപ്മെന്റ് അല്ലെ. നമ്മൾ ഈ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് വേണം എന്നുള്ളതാണ്. നെക്സ്റ്റ് മക്കളെ, ക്ലോഗിങ് ഓഫ് എ പൈപ്പ്. നമ്മൾ ഈ പറയുന്ന പോലെ ഫെർട്ടിലൈസേഴ്സ് ഈ പൈപ്പിലൂടെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുടുങ്ങിപ്പോവാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, വാട്ടർ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ആ ഒരു കറക്റ്റ് ഫ്ലോയിൽ എന്ത് ചെയ്യൂല, ഫ്ലോ ചെയ്യണം എന്നില്ല. അപ്പൊ ക്ലോഗിങ്, അടിഞ്ഞു കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് നീഡ് എ ടെക്നിക്കൽ നോളജ്. കണ്ടോ, ഇതുപോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ നോളജ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പം എന്നിരുന്നാലും എന്താ പറയാ, നല്ലൊരു മെത്തേഡാണ്. അപ്പൊ വലിയ ട്യൂബൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, നല്ല മെത്തേഡാണ് കേട്ടോ. ഓക്കെ ആണോ? യെസ്. അടുത്തത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്രയും മെത്തേഡുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, വാട്ടറിങ് ചെയ്യാം. ഇതൊക്കെ എന്താണ്, നമ്മുടെ അഗ്രികൾച്ചറിൽ ചെയ്യുന്ന രീതികളാണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ആൻഡ് ഓൾസോ ടേമുകൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ടേം കേൾക്കുന്ന സമയത്ത് ഓക്കെ ഈ ഒരു മെത്തേഡാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഈ ഒരു പോർഷന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കാണ്
നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ കൊടുത്തു, ന്യൂട്രിയൻസ് കൊടുത്തു അല്ലെ. ന്യൂട്രിയൻസ് എന്ത് ചെയ്തു? ഫെർട്ടിലൈസേഷൻ ത്രൂ കൊടുത്തു. അങ്ങനെയൊക്കെ കൊടുത്ത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അവരെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താ? ഫുഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, ആ ഫുഡാണ് മക്കളെ നമ്മൾ കഴിക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? റൈസ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും അതേപോലെ തന്നെ ലീഫി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്നു, പയറുവർഗ്ഗങ്ങളൊക്കെ ആയിട്ട് അല്ലെ. യെസ്, അപ്പൊ ഈ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എന്താ കിട്ടുന്നേ? നമുക്ക് എനർജി കിട്ടുന്നു, ന്യൂട്രീഷൻസ് കിട്ടുന്നു അല്ലെ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനുള്ളത് മക്കളെ അതിനെ കുറിച്ചാണ്, ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അതായത് പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, യെസ്, അപ്പൊ മനസ്സിലാക്കുക. വാല്യൂ ഓഫ് എ ഫുഡ് ആൻഡ് ന്യൂട്രിയൻ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത്, ഗ്രോത്ത് ആൻഡ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി അല്ലെ. നമ്മുടെ ഓരോ ഫങ്ഷൻസ് നടക്കാനും വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് വേണം. അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ് മെയിൻ ആയിട്ട്. ഇതേപോലെയായിരുന്നു പ്ലാന്റിനും നമ്മൾ പറഞ്ഞതല്ലേ. പ്ലാന്റ്സിന് പ്ലാന്റ് ന്യൂട്രിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്രോ ന്യൂട്രിയൻ, മാക്രോ ന്യൂട്രിയൻസ്. അപ്പൊ അതിന്റെ ഓരോത്തിന്റെ റോളുകളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ കഴിക്കും. ആൻഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ തരുന്നത്. ഓക്കെ ആണോ? യെസ്, അങ്ങനെയാണെങ്കിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ ഹെൽത്ത് ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അവിടെ മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ആയിട്ടായിരുന്നു ന്യൂട്രിയൻസ് പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫുഡ് എടുക്കുന്ന സമയത്ത് ഈ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ത്? കാർബോഹൈഡ്രേറ്റ് അല്ലെ. യെസ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം ആരാണ്? അധികവും റൈസ്, വീറ്റ് ഒക്കെ കഴിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ എല്ലാ ഫുഡിലും ഒരു മിനിമം ക്വാണ്ടിറ്റി കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അടുത്തതാണ് മക്കളെ ഏതാണ്? പ്രോട്ടീൻ. നമ്മളോട് പറയാറില്ലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. സോ പ്രോട്ടീൻ. രണ്ടാമതാണ് മക്കളെ ഫാറ്റ്സ് വേണം. പിന്നെന്ത് വേണം? മിനറൽസ് വേണം. പിന്നെന്ത് വേണം? വൈറ്റമിൻസ് വേണം. പിന്നെന്ത് വേണം മക്കളെ? യെസ്, പിന്നെ ആര് വേണം? വാട്ടറും കൂടെ വേണം. അപ്പം ഇത്രയും അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയറ്റിൽ എന്ത് ചെയ്തിരിക്കണം? ഇത്രയും ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. സോ അപ്പം ഇത്രയും ന്യൂട്രിയൻസ് എൻഷുർ ചെയ്യുന്ന ഒരുപാട് ലോക്കൽ വെറൈറ്റീസ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് അവെയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ്. ഇത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കാം. കൊളക്കേഷ്യ ലീഫ് ഉണ്ട്, കറി ലീഫ് ഉണ്ട്, ഡ്രം സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മുരിങ്ങയുണ്ട്, സ്വീറ്റ് അമരാന്ത, ചീരയുണ്ട്, ക്യാബേജ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട് അല്ലെ. ഇത്രയും വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം, അയൺ, കരോട്ടിൻ, വൈറ്റമിൻ, ഇത്രയും മിനറൽസിന് അല്ലെങ്കിൽ ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടേബിള്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കും എല്ലാ വെജിറ്റബിൾസിലും എന്താണ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഈ പറഞ്ഞിട്ടുള്ള എന്താ ന്യൂട്രിയൻസ് എല്ലാവരും ഉണ്ട് എന്നുള്ളത്. ഓക്കെ ആണോ? അപ്പം ഇതെല്ലാം നമ്മുടെ ലോക്കൽ വെറൈറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ലോക്കൽ വെറൈറ്റീസ് എന്താന്ന് അറിഞ്ഞിരിക്കണം. ലോക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സ്യൂട്ടഡ് ഫോർ എ ലോക്കൽ എൻവയോൺമെന്റ്. അതാത് എൻവയോൺമെന്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കൾട്ടിവേഷനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയാ? ലോക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ ലോക്കൽ വെറൈറ്റീസിന്റെ പ്രത്യേകത അതാത് എൻവയോൺമെന്റ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഒരു പെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിരിക്കും, ഡിസീസ് ഒക്കെ ഫ്രീ ആയിരിക്കും, അതുകൊണ്ട് തന്നെ മോർ ഈൽഡ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ ആണോ? പിന്നെ ഇതുപോലെ എന്താണ് അവിടെ ഒരുപാട് ലോക്കൽ പോളിനേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ലോക്കൽ പോളിനേറ്റേഴ്സും ആൻഡ് ബെനിഫിഷ്യൽ ഇൻസെക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പോളിനേറ്റേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ഒരു പോളൻ അടുത്തതിലെത്തും. അപ്പൊ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനും നല്ല നല്ല ക്വാളിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈൽഡ് ഉണ്ടാക്കാനൊക്കെ ഈ ഒരു ലോക്കൽ വെറൈറ്റിക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്ത് ചെയ്യുക? ലോക്കൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ അതാത് എൻവയോൺമെന്റിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള ക്രോപ്പുകളെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫെർട്ടിലൈസേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട, നല്ല ഈൽഡ് കിട്ടും, നല്ല ന്യൂട്രീഷ്യസ് വാല്യൂസും ഉണ്ടായിരിക്കും. അതാണ് മക്കളെ ഈ ഒരു ലോക്കൽ വെറൈറ്റിന്റെ പ്രത്യേകത. ഓക്കെ ആണോ? യെസ്, ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ എന്ത് ചെയ്തു? ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ.
യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഭാഗം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഞങ്ങളെ 360 ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? ഞങ്ങളെ കമ്മ്യൂണിറ്റിന്റെ ഭാഗം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താഴെ എന്തായിരിക്കും, ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഒന്ന് പെട്ടെന്ന് റീകോൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇറിഗേഷൻ മെത്തേഡ്. യെസ്, ഏതൊക്കെയാണ് ഇറിഗേഷൻ മെത്തേഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ടേം ബൈ ടേം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്തതാണ് മക്കളെ ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് അല്ലെ. യെസ്, ന്യൂട്രീഷൻ, ഏതൊക്കെ ന്യൂട്രീഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആൻഡ് ഓൾസോ അത് എവിടെ ഉണ്ടാവുന്നു, ലോക്കൽ വെറൈറ്റിയിലാണ് ഉണ്ടാവുക. സോ ലോക്കൽ വെറൈറ്റീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു പോർഷനിൽ ഓർത്തിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടുമായിട്ട് കാണാം. ആൻഡ് സി യു, ബൈ.